വെള്ള കളറിലിരിക്കുന്ന നല്ല മൃദുവായിട്ട് നല്ല ഫ്ലഫി ആയിട്ടുള്ള തട്ട ഇഡ്ഡലി ഒക്കെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അതിനായിട്ട് സാധാരണ വീട്ടിൽ തയ്യാറാക്കുന്ന ഇഡ്ഡലി മാവ് തന്നെ ഈ റെസിപ്പിക്ക് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ കപ്പലണ്ടി വെച്ചിട്ടുള്ള ചട്നിയും കൂടെ തയ്യാറാക്കാം. ചട്നി തയ്യാറാക്കാനായിട്ട് ഒരു 2 മുതൽ 3 ടീസ്പൂൺ വരെ എണ്ണ ചൂടാക്കുക. അതിലേക്ക് ഇപ്പം പച്ച കപ്പലണ്ടിയാണ് എടുക്കുന്നതെങ്കിൽ ആദ്യം കപ്പലണ്ടി ഇട്ട് വറുത്തിട്ട് പൊരികടല ഇടുക. ഇതിപ്പം വറുത്ത കപ്പലണ്ടി ആയതുകൊണ്ട് പൊരികടലയൊന്ന് മൂപ്പിച്ചിട്ട് അതിൻ്റെ കൂടെ വറുത്ത കപ്പലണ്ടിയും കൂടെ ചേർക്കുകയാണ്. 4 ടേബിൾ സ്പൂണോളം കപ്പലണ്ടി ചേർക്കുന്നുണ്ട്. രണ്ടും കൂടെ ഒന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം അതിലേക്ക് എരിവിനാവശ്യമുള്ള പച്ചമുളക് ചേർക്കാം. അപ്പോൾ ഇത് നല്ല എരിവുള്ള പച്ചമുളക് ആണ്. ഞാൻ 7 എണ്ണം ചേർത്തിട്ടുണ്ട്. എരിവ് കുറവാണെങ്കിൽ കൂടുതൽ ചേർക്കുക. ഇതിലേക്ക് ഒരു 1/2 ഇഞ്ച് ഇഞ്ചി കഷ്ണം, ഒരു 2 വെളുത്തുള്ളി അല്ലി, ഒരു 10 ചെറിയ ഉള്ളിയും കൂടെ ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. കൂടെ 2-3 തണ്ട് കരിവേപ്പിലയും കൂടെ ചേർത്ത് നല്ല ലൈറ്റ് ബ്രൗൺ ആവുന്നത് വരെ, ഉള്ളിയുടെ ആ പച്ചമണം മാറുന്നത് വരെ മൂപ്പിച്ചെടുക്കുക. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം പുളിയും കൂടെ ചേർക്കുക. ഈ കൂട്ട് തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ട് തണുത്തതിന് ശേഷം മിക്സിയിലേക്ക് മാറ്റി നമുക്ക് അരച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് ഒരു 1/2 കപ്പോളം മല്ലിയില ചേർത്തിട്ടുണ്ട്. 1 കപ്പ് വരെ ചേർക്കാം. കൂടെ ഇഷ്ടമാണെങ്കിൽ 2 ടീസ്പൂൺ തേങ്ങയും കൂടെ ചേർത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കുക. വെള്ളം കൂടുതലൊഴിച്ച് ഇതുപോലെ കുറച്ച് നേർപ്പിച്ചെടുക്കുക. ഇതിലേക്കൊരു താളിപ്പും കൂടെ ചേർക്കാം. വെളിച്ചെണ്ണയിൽ കടുക്, കടലപ്പരിപ്പ്, കരിവേപ്പില, ചുവന്ന മുളക്, കൂടെ ശകലം കായപ്പൊടിയും കൂടെ ചേർത്ത് താളിച്ചൊഴിക്കാം. ഇനി ഇഡ്ഡലി മാവ് സാധാരണ രീതിയിൽ തയ്യാറാക്കാനായിട്ട് 4 ഗ്ലാസ് പൊന്നിയരി, 1 ഗ്ലാസ് പച്ചരി, 250 ഗ്ലാസ്സാണ് മെഷറിങ്ങിനെടുത്തത്. കൂടെ 1 ഗ്ലാസ് ഉഴുന്നും കൂടെയാണ് ചേർക്കുന്നത്. 2 അരിയും ഓവർനൈറ്റ് കുതിർത്ത് വയ്ക്കുക. അരയ്ക്കുന്നതിന് 1 മണിക്കൂറിന് മുമ്പ് നല്ല നിറച്ച് 1 ഗ്ലാസ് ഉഴുന്നെടുത്ത് 1 മണിക്കൂർ കുതിർക്കുക. 1 മണിക്കൂർ കുതിർത്തതിന് ശേഷം അരിയും ഉഴുന്നും നല്ലോണം കഴുകിയെടുക്കുക. വെള്ളം തെളിയുന്നിടം വരെ ഇതുപോലെ കഴുകിയെടുത്തതിന് ശേഷം ആദ്യം ഗ്രൈൻഡറിലാണ് ഈ കൂട്ട് അരച്ചെടുക്കുന്നത്. ഗ്രൈൻഡറിൽ ഉഴുന്ന് ഇതുപോലെ നല്ല കട്ടിക്ക് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കുക. 1/2 മണിക്കൂറോളം അരച്ചെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് അരിയും കൂടെ അരച്ചെടുക്കുക. തരിയില്ലാതെ അരിയും അരച്ചെടുക്കുക. അത് കഴിഞ്ഞ് ഗ്രൈൻഡറും ഒന്ന് വെള്ളം ഒഴിച്ച് കഴുകി മാറ്റി വയ്ക്കാം. മാവിലേക്ക് സ്വാദിന് ആവശ്യമുള്ള ഉപ്പും ചേർത്ത് കലക്കി വെച്ചിരുന്ന ഗ്രൈൻഡറിൽ കഴുകി വെച്ചിരുന്ന വെള്ളവും കൂടെ ചേർത്ത് കൈകൊണ്ട് തന്നെ കലക്കിയെടുക്കുക. കൈകൊണ്ട് കലക്കി മാവ് പൊങ്ങാനായിട്ട് മാറ്റി വയ്ക്കാം. ആദ്യം ഇതുപോലെ കലക്കുമ്പോൾ കൈകൊണ്ട് കലക്കുക. മാവ് പൊങ്ങി കഴിഞ്ഞതിന് ശേഷം തവി കൊണ്ട് കലക്കിയെടുക്കുക. നന്നായിട്ട് മാവ് പൊങ്ങി വന്നു കഴിഞ്ഞതിന് ശേഷം തവി കൊണ്ട് നന്നായിട്ട് കലക്കി 2-3 പാത്രങ്ങളിലായിട്ട് മാറ്റി വയ്ക്കുക. നമ്മൾ പകർന്നെടുക്കുമ്പം ഏറ്റവും മുകളിൽ വന്നിരിക്കുന്ന മാവും ഏറ്റവും താഴ്ഭാഗത്ത് ഉള്ള മാവും ഒരു പാത്രത്തിൽ വരുന്ന രീതിയിൽ മാറ്റുക. അപ്പം കറക്റ്റായിട്ട് എല്ലാ ഉഴുന്നും അരിയും കറക്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ട് ഒരു 6 മണിക്കൂറിന് ശേഷം നമുക്ക് ഇഡ്ഡലി തയ്യാറാക്കാവുന്നതാണ്. അടുത്ത ദിവസം രാവിലെ ഇതുപോലെ നന്നായിട്ട് മാവ് കലക്കി, ഇപ്പോൾ ഈ മാവ് കൊണ്ടാണ് തട്ട ഇഡ്ഡലി ഉണ്ടാക്കുന്നത്. അതിനായിട്ട് അകലമുള്ള ഇതുപോലെ പ്ലേറ്റുകൾ എടുക്കുക. അതിലേക്ക് എണ്ണ തൂവി എടുക്കുക. ഇപ്പം ഇലയുണ്ടെങ്കിൽ ഇല താഴെ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ മാവ് ഒഴിക്കുക. ആ തട്ട് നിറയാനായിട്ട് എത്ര മാവാണോ വേണ്ടത്, അപ്പോൾ 3-4 തവിയോളം മാവ് ഒഴിച്ചിട്ടുണ്ട്. സാധാരണ ഇഡ്ഡലി ആവി കയറ്റുന്നത് പോലെ ഇഡ്ഡലി ചെമ്പിൽ തട്ട് വെച്ചതിന് ശേഷം വലിയ തീയിൽ നന്നായിട്ട് ആവി പുറത്തേക്ക് വരുന്നത് വരെ വലിയ തീയിൽ വേവിക്കുക. എന്നിട്ട് തീ കുറച്ച് മീഡിയം ഫ്ലെയിമിൽ 10-20 മിനിറ്റ്
ആവി കയറ്റി എടുക്കുക. ഒന്ന് തണുത്തതിന് ശേഷം ഇതുപോലെ തട്ടിൽ നിന്ന് ഇളക്കുകയാണെങ്കിൽ ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ടുള്ള തട്ട ഇഡ്ഡലി നമുക്ക് ഈ രീതിയിൽ തയ്യാറാക്കി എടുക്കാം. ഇത് 2 രീതിയിൽ നമുക്ക് വിളമ്പാവുന്നതാണ്. ഇതുപോലെ ശകലം എണ്ണ ഒഴിച്ച് അതിൻ്റെ മുകളിൽ ദോശപ്പൊടി അല്ല ഇഡ്ഡലിപ്പൊടി, മുളകാപ്പൊടി എന്നും പറയും, അത് ഇതുപോലെ തൂവി നമുക്ക് വിളമ്പാം. ഇല്ലെങ്കിൽ നമ്മൾ തയ്യാറാക്കിയ ചട്നിയുടെ കൂടെ ഇതേ തട്ട ഇഡ്ഡലി വിളമ്പാവുന്നതാണ്. അപ്പോൾ കാണുമ്പോൾ അറിയാം എത്ര സോഫ്റ്റാണ്. അപ്പോൾ ഇതിൽ ഉലുവയും ചോറും ഒന്നും ചേർക്കാത്തതുകൊണ്ട് നല്ല തൂവെള്ള കളറിലാണ് ഇഡ്ഡലിയുടെ കളറ് നമുക്ക് കാണുന്നത്. ഈ മാവ് നമുക്ക് 3 ആഴ്ച വരെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയും ചെയ്യാം. നമുക്ക് ചട്നിയുടെ കൂടെ വിളമ്പാം. ഇഡ്ഡലിയുടെ ടെക്സ്ചർ എത്ര സോഫ്റ്റാണ് കാണാനായിട്ട്. മുറിച്ച് കാണിക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല സോഫ്റ്റായിട്ടുള്ള തട്ട ഇഡ്ഡലി. ഉലുവ ചേർക്കാത്ത മാവ് കൊണ്ട് ഇതുപോലെ നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അല്ല 2 രീതിയിലും നമുക്ക് വിളമ്പണം എന്നുണ്ടെങ്കിൽ ഒരു ചെറിയ ബൗളിൽ ഇതുപോലെ താഴെ ഇഡ്ഡലി വെച്ചിട്ട് അതിൻ്റെ മുകളിൽ ചട്നി വിളമ്പി മറ്റേ ഇഡ്ഡലിയിൽ എണ്ണ ഒഴിച്ച് മുകളിൽ ദോശപ്പൊടിയും കൂടെ വിതറി നമുക്ക് വിളമ്പാവുന്നതാണ്. 2 രീതിയിലും നമുക്ക് ഈ തട്ട ഇഡ്ഡലി തയ്യാറാക്കി വിളമ്പാവുന്നതാണ്. ഈ രീതിയിൽ ചട്നിയും ഇഡ്ഡലിയും തയ്യാറാക്കി നോക്കുക. അപ്പം ചട്നിയുടെ കൂടെ ഇതുപോലെ വിളമ്പുകയാണെങ്കിൽ നമുക്ക് സ്പൂണ് വെച്ച് ഇതുപോലെ തന്നെ കഴിക്കാൻ പറ്റുന്നതുമാണ്. തട്ട ഇഡ്ഡലിയും ചമ്മന്തിയും ഈ രീതിയിൽ തയ്യാറാക്കി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.